ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കാണ്. പഴംപൊരി ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ആ പഴംപൊരി അധികം എണ്ണയൊന്നും ചേർക്കാതെ നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പഴംപൊരിയുടെ വേറൊരു വെർഷൻ എന്ന് തന്നെ പറയാം. ഇത് നമ്മൾക്ക് കുട്ടികൾക്ക് ടിഫിനിലും കൊടുത്തു വിടാൻ പറ്റും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. പഴത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏത്തയ്ക്ക തന്നെയാണ്. ഒരുപാടങ്ങ് പഴുത്തതും ഒരുപാടങ്ങ് പഴുക്കാത്തതും എടുക്കരുത്. ഒരത്യാവശ്യം മധുരമുള്ളത് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. ഞാനിപ്പം 3 ഏത്തപ്പഴത്തിന് 1 കപ്പ് മൈദാമാവാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പാണ് എടുത്തേക്കുന്നത്. എൻ്റെ ഇപ്പം അരയുടെ കപ്പാണ്, അതുകൊണ്ട് 2 പ്രാവശ്യം എടുത്തു. ഇനി അതിലേക്ക് ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്ക പൊടിയാണ്. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. സാധാരണ പഴംപൊരിയിൽ മുട്ട ഒഴിക്കാറില്ല, എന്നാൽ നമ്മൾ ഇങ്ങനൊരു രീതിയിൽ ചെയ്യുമ്പോൾ ഒരു മുട്ട എടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് കലക്കിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളമാകരുത്. ഇതിപ്പോൾ എൻ്റെ മോളാണ് ഇത് കലക്കുന്നത്. എനിക്ക് എപ്പോഴും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവളാണ് ഇത് ചെയ്തു തരുന്നത്. ഇപ്പം ഞാനിത് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്നെ വീഡിയോ എടുക്കാനേ സമ്മതിക്കില്ല. അപ്പം കുറച്ചൊന്ന് കലക്കിയ ശേഷം ആഗ്രഹം കഴിയുമ്പോൾ അവളിങ്ങ് തിരിച്ചു തരും. അപ്പം നമ്മൾ കുറേശ്ശെയായി വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. ഒരുപാടങ്ങ് വെള്ളം കൂടി പോകാൻ പാടില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി. ഒരു 2 സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്തത്. നമുക്ക് കട്ട ഒട്ടും ഇല്ലാതെ കലക്കിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. നമ്മൾ പഴംപൊരിക്ക് എങ്ങനെയാണോ മാവ് കലക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ചെയ്തെടുക്കാം. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും എണ്ണ കുറച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മാവ് നമ്മൾ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബനാന ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ബനാന ഇനി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് തിന്നും ആവല്ലോ, ഒരുപാടങ്ങ് തിക്കും ആവരുത്. ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു സൈസാണ് വേണ്ടത്. ഇതെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 3 ബനാന എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം 4-5 ആളുകൾക്ക് കഴിക്കാൻ കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പം ബനാന മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ് പോലും എണ്ണ വേണ്ട, വളരെ കുറച്ചളവിൽ മാത്രം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് എണ്ണ ഉപയോഗിക്കാറില്ലേ, എന്നാൽ അതിൻ്റെ 1/4 ഭാഗം പോലും നമുക്കിതിലേക്ക് വേണ്ട. ഇനി നമുക്ക് ഈ പഴംപൊരി ഈ മാവിൽ മുക്കി ഈ പാനിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഈ മിക്സിലേക്ക് ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പാനിലേക്ക് വെക്കാം. അല്ലെങ്കിൽ പിന്നെ ഓരോന്നോരോന്നായി അപ്പം മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് മുക്കി ഒരു പാത്രത്തിലേക്ക് വെച്ച ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ മാവൊക്കെ ആ ഏത്തപ്പഴത്തിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് ഈ പാൻ മുഴുവനായിട്ട് ഈ ബനാന വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു പാൻ കേക്ക് പോലെ ഒരു സൈഡ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള പാനാണെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, നമ്മൾ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എത്ര നല്ല രീതിയിലാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റിയതെന്ന്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. ഇത് നമ്മളൊരു ഈവനിങ് സ്നാക്ക് മാത്രമല്ല കേട്ടോ, നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒട്ടും പോലും എണ്ണ ഉപയോഗിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് നമ്മുടെ എയർ ഫ്രയറിൽ ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഒരു തുള്ളി പോലും നമുക്ക് എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും.
പഴംപൊരി കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഇല്ലേ? അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വർഷം ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ദാ അടുത്ത സൈഡും കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടുവരും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ പാൻ ഈ പാത്രത്തിലേക്ക് എടുത്ത് ചരിച്ചു കൊടുത്താൽ ഇതെല്ലാം കൂടെ നമുക്ക് പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലെയിം ഇട്ടിട്ട് ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. ഇതിപ്പം ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ഇപ്പം ചൂടായ പാനല്ലേ, അപ്പോൾ ഓയിലും ചൂടായിട്ടുണ്ടാവും. ഇനി ബാക്കി ഏത്തപ്പഴം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എണ്ണയിലിട്ട് പൊരിച്ച് തന്നെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഒരു രീതിയിലും ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റിക്കിൽ ഇത് കോർത്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. പക്ഷേ എണ്ണ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ എത്രമാത്രം കുറയ്ക്കാൻ ശ്രമിക്കാമോ അത്രമാത്രം കുറയ്ക്കുക. ബനാന കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഏത്തപ്പഴം അരച്ചിട്ട് ഈ മാവിലേക്ക് കലക്കി നമുക്ക് പാൻ കേക്ക് പോലെ ചുട്ടെടുക്കാവുന്നതുമാണ്. അപ്പം ഞാനിത് 3 ട്രിപ്പായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഹെൽത്തിയും വെറൈറ്റിയുമായിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പഴംപൊരിയൊക്കെ അവർ ഒരുപാട് നാൾ യൂസ് ചെയ്ത എണ്ണ വെച്ചിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു കൊടുത്താൽ അത് അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കും. നിങ്ങൾ പഴംപൊരിയും ബീഫും ഒക്കെ കഴിച്ചിട്ടുണ്ടോ? ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാവും. അത് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിൽ പറയുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരുത്താൻ ശ്രമിക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബായ്.